ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര സുഖമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും മറ്റേ രാവിലെ തന്നെ കണി കാണിക്കുക എന്നുള്ള പോലെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കാണിച്ചു തരുന്നത്. നല്ലൊരു സാധനം കണ്ടിട്ട് ദിവസം തുടങ്ങാമല്ലോ. ചിലപ്പോൾ ഈവനിങ് ഒക്കെ ആയിരിക്കും ഞാൻ വ്ളോഗ് ഇടുന്നത്, അത് വേറെ കാര്യം. അങ്ങനെ രാവിലത്തെ സൺസെറ്റിൽ കുറച്ച് കാല് വെച്ച് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പോൾ തന്നെ രാവിലെ തന്നെ നെയ്ച്ചോറ് റെഡി ആയതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ ഫസ്റ്റ് ഞാൻ നെയ്ച്ചോറ് നിന്നിട്ടാണ് ദിവസം തുടങ്ങിയത്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഷൂട്ട് എടുക്കാണ്ടായിരുന്നു. ഷൂട്ടല്ല, ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു. ഈ റീൽസൊക്കെ ഞാനിട്ട് കുറേ വീഡിയോ കുറച്ച് മുന്നേ എടുത്താണ്ട് ഞാൻ ഫെബ്രുവരി 1st വീക്ക് എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് നമ്മൾ പോസ്റ്റ് ചെയ്യണത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആലപ്പുഴ കല്യാണത്തിൻ്റെ വ്ളോഗ് വരുന്നുണ്ട് അടുത്ത ദിവസം. നാളെ നമുക്ക് ആലപ്പുഴ കല്യാണത്തിൻ്റെ വ്ളോഗ് ഇടാം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു. മെയിനായിട്ട് ആ കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻസും കൂടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ വീഡിയോ എടുത്തതിന് ശേഷം കൊണ്ടോട്ടിയിൽ പോയി ഞാൻ സപ്പു, അബു, ഹാദി ഒക്കെ ഉണ്ടായിരുന്നു. ഉമ്മച്ചിയേനും ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ സപ്പൂക്കും അബൂക്കും ഡ്രസ്സ് എടുക്കണേനു, ഡ്രസ്സല്ല ഷർട്ട് എടുക്കണേനു. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ പോണത്. അപ്പോൾ ഇനിയും ഞങ്ങളെ 4 പേരെയും കൂടെ ഉമ്മച്ചി അവിടെ ഇറക്കിയിട്ട് ഉമ്മച്ചി വേറെ എവിടെ പോയി. അങ്ങനെ ഞങ്ങൾ ഒരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഡ്രസ്സൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി. പിന്നെ അതാ പൊരിവെയിലത്ത് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഉമ്മച്ചി എവിടെ എന്ന് നോക്കിയിട്ട്. ഉമ്മച്ചി സത്യം പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റിലൊരു ഷോപ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉമ്മച്ചിക്ക് ആ ഷോപ്പിൽ എന്തോ സാധനം കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ വേറൊരു സ്ഥലത്ത് പോയിട്ട് എനിക്കൊരു ഹെഡ്സെറ്റ് മേടിച്ചു, വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് മേടിച്ചു. കാരണം ഞങ്ങൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മറ്റേ ബോട്ടിൻ്റെ ഹെഡ്ഫോൺ ആണല്ലോ ഉള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര വലുതല്ല, അതിന് തന്നെ ഒരു സ്പേസ് വേണം നമ്മളെ ബാഗിൽ. അപ്പം വെച്ച് ഈ ഒരു വയറിൻ്റെ മേടിച്ച് വെച്ചു. ഓക്കെ, ട്രാവൽ ചെയ്യുമ്പോൾ ഇത് പോരെയെന്ന് പറഞ്ഞിട്ട് ഇത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് കൽപ്പക ഉണ്ട്, മറ്റേ ഇലക്ട്രോണിക്സിൻ്റെയും അങ്ങനത്തെ സംഭവങ്ങളെ കടയാണത്. അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാണ്ട് വരും, എന്തൊക്കെയോ അല്ല ഒരു സാധനം മേടിക്കാണ്ട് വരും. അത് ഉമ്മച്ചി പോയി വാങ്ങണ നേരം കൊണ്ട് ഞങ്ങൾ കാറിലിരിക്കുന്നു. ഈ ഉച്ചക്ക് കാറിലിരുന്നിട്ട് ഞങ്ങൾ 4 പേരും വെന്ത് പുള്ളി മരിച്ചു. ലാസ്റ്റ് ഞാൻ അകത്തേക്ക് പോയി. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് ഇത് ചെയ്യാൻ കൊടുത്തിരുന്നു. എന്ത് ചെയ്യാനും അറിയോ, കല്യാണത്തിന് എനിക്ക് എൻ്റെ അധിക ഡ്രസ്സും ഡ്രൈ വാഷ് ആണല്ലോ ചെയ്യാം. ഡ്രൈ വാഷ് ചെയ്യാനല്ലേ, അയൺ ചെയ്യാനായിരുന്നു. വീട്ടിൽ നിന്ന് അയൺ ചെയ്താൽ ശരിയാവില്ല. ഇങ്ങനെ ഷോപ്പിൽ കൊടുത്താൽ അയൺ ചെയ്തിട്ട് അവർ കറക്റ്റ് പാക്ക് ആക്കി തരുമല്ലോ. അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ സുഖമായിരിക്കും. ഇത് നേരെ എടുത്ത് ബാഗിൽ വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ അയൺ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്കേർട്ട് ഞാനും പറയില്ല, ആലപ്പുഴ കല്യാണത്തിന് പോകുമ്പം കല്യാണത്തിൻ്റെ അന്ന് ധാവണി ഇരുന്ന് ഞങ്ങളെല്ലാവരും. അപ്പം അതിനുള്ള സ്കേർട്ടാണ് ഇത്. ബാക്കി നേരത്തെ കണ്ട ഡ്രസ്സൊക്കെ ബാക്കി ഓരോ ദിവസത്തേക്കുള്ളതാണ്. അങ്ങനെ ഞാൻ നേരത്തെ കൊണ്ടോട്ടി പോയപ്പം ഈ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു നോട്ടാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. ലൈക്ക് ആ ഫ്ലവേഴ്സൊക്കെ വന്നിട്ട്. ഈ പെന്നും ഞാൻ മേടിച്ചു കഴിഞ്ഞു, പക്ഷെ പെന്ന് ഇപ്പോൾ കാണില്ല. അന്നൊരു ദിവസം ഞാൻ പെന്ന് കണ്ടു, പിന്നെ ഞാൻ പെന്ന് കണ്ടിട്ടില്ല. പിന്നെ ഈ ടു ഡു ലിസ്റ്റിൻ്റെ ഒരു സ്റ്റിക്കി നോട്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കാണാൻ ഭംഗിയുണ്ട് മാത്രം ഞാൻ മേടിച്ചൊരു സംഭവമാണ്. ഞാൻ ബാംഗ്ലൂരിൽ റൂമിൽ നിന്ന് പോയിരുന്ന ആ ടൈമിൽ എൻ്റെ ഒരു റൂംമേറ്റ്സ് നിങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഒന്ന് ജാൻവി, ഒന്ന് വേറെ ഒരു രേവേലത്തിനൊരു ഫാക്കൽറ്റിയാണ്, ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഒരു റൂംമേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പോരുന്ന എനിക്ക് തന്നൊരു ജ്വല്ലറി ബോക്സ് ആയിരുന്നു. ലൈക്ക് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ രാജസ്ഥാനി വൈബിലുള്ളൊരു ജ്വല്ലറി ബോക്സ്, അകത്ത് വെൽവെറ്റൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ജ്വല്ലറി അവിടെ നിന്ന് ഇട്ട് കൊണ്ടുവന്നു. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് തന്നതായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വള ഒക്കെ കല്യാണത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാനാണ്. വള മാല, ഓരോ ദിവസം ഓരോ കമ്മൽ, ഓരോ ദിവസം ഓരോ മാല, അങ്ങനെ ഫുൾ പ്ലാനിങ്ങിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച കമ്മൽ, മറ്റേത് SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ച കമ്മൽ, പിന്നെ മാലൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ മേടിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തലൊക്കെ ഒന്ന് കഴുകി കുളിക്കാൻ പോയി. കാരണം ഞാൻ എപ്പോഴും എനിക്ക് നാളെയാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ ഫുൾ കുളിച്ച് മുടിയൊക്കെ സെറ്റാക്കി വെക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് എൻ്റെ മുടി ഒതുങ്ങി നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വൃത്തിയായിട്ട് കിട്ടൂല. അതുപോലെ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഹെയർ ഡ്രയർ വേണം. എനിക്ക് ഹെയറിലൊക്കെ ഹീറ്റ് യൂസ് ചെയ്യാൻ ഹെയർ ഡ്രയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുടിയുള്ള രസമല്ലേ കാണാൻ. പക്ഷേ എനിക്ക് ഹീറ്റ് എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഹെയർ അത്ര കെയർ ചെയ്യുന്നതുകൊണ്ടല്ല, പക്ഷേ വേണ്ട, എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എന്നാലും ഹെയർ ഡ്രയർ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് അർജൻറ്റായിട്ട് വരുമ്പം മേടിച്ച് വെക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായി ത്രെഡ് ചെയ്യാൻ മറന്നു എന്ന്. ഈ ഫംഗ്ഷന് നാളെയാണ്, ഇനി എനിക്ക് ടൈമും ഇല്ല. അപ്പോഴാണ് എനിക്ക് ത്രെഡിങ്ങിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ലാസ്റ്റ് ജസ്റ്റ് റേസർ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ കുറച്ച് തപ്പിയപ്പം ഞാൻ കുറച്ച് മുന്നേ മേടിച്ച് വെച്ചിട്ടുള്ള ലിപ് മാസ്കും ഐ മാസ്കും പിന്നെ ഫേസ് മാസ്കും ഒക്കെ ഉണ്ടായിരുന്നു. 3 ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ ആവട്ടെ ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങോട്ട് പോവുക എന്ന് വിചാരിച്ചു. ഇതിൽ ലിപ് മാസ്കും ഐ മാസ്കും ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഐ മാസ്ക് ഞാൻ മേടിച്ചത് മിനിസോന്നും ലിപ് മാസ്ക് വെസ്റ്റ് സൈഡിൽ നിന്നുമാണ്. ലിപ് മാസ്കിന് 50 രൂപയും, മറ്റേത് ഒരു പാക്കിൽ 3 റേറ്റ് എനിക്ക് ഓർമ്മയില്ല.
ഫസ്റ്റ് ഞാൻ ഐ മാസ്ക് വെച്ചു. ഐ മാസ്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തു, ഫേസ് മാസ്കും കൂടെ വെച്ചു. ഡബിൾ പവർ വരട്ടെ, ഡബിൾ എന്നും പറഞ്ഞിട്ട്. പക്ഷേ രണ്ടും അടിപൊളി ആയിരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈഡ്രേഷനൊക്കെ ഫേസിന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഫേസ് മാസ്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഫേസിന് ഉപകാരം കിട്ടുന്നതിലേറെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളത് വെച്ച് സ്കിന്ന് കെയർ ചെയ്യുമ്പോൾ ഒരു മനസ്സമാധാനം. എനിക്ക് അങ്ങനെയുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മനസ്സമാധാനം സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് മൂവിയാണ്, വെരി 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 ഫേവറേറ്റ് മൂവിയാണ് ടു ഓൾ ദ ബോയ്സ് ഐ ഹാവ് ലവ്ഡ് ബിഫോർ എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും എന്തായാലും പോയി കാണണം, അടിപൊളി മൂവിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. പിന്നെ നമ്മൾ ലിപ് മാസ്ക് ട്രൈ ചെയ്ത് ഈ മണ്ടത്തിയായ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെയാണ് വെക്കില്ലെന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിലൊരു നെറ്റ് ഉണ്ട്, നെറ്റിൻ്റെ മേലെയാണ് ഈ സാധനം കിടക്കണം. അല്ല, രണ്ട് ഷീറ്റ്സാണുള്ളത്. ഞാൻ ഇങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ മെയിനായി. പിന്നെ അത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇല്ല, ഇതാണ് സാധനം. ആ മേലത്തെ ഷീറ്റും കൂടെ പറിച്ചെടുത്താലേ ലിപ് മാസ്ക് നമുക്ക് എത്തുള്ളൂ. അത് എനിക്കറിയില്ലേ, ഞാൻ മണ്ടത്തി അതും വെച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഇത് വെച്ചപ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത്. നമ്മൾ ലിപ് മാസ്കിൻ്റെ പോലെ നിൽക്കുന്നു, മറ്റേ ചുണ്ടിലൊട്ടി നിൽക്കുന്നൊന്നും ഇല്ലേനി. പിന്നെ എന്ത് കണ്ടിട്ടാണോ ഞാൻ വെച്ചത്. ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടമായി. ലിപ് മാസ്ക് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ചാപ്ഡ് ആയിട്ടുള്ള ലിപ്സൊക്കെ നല്ലോണം മാറ്റി നല്ല പുതിയ ഫ്രഷ് ലിപ്സ് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടു. നോർമലി നമ്മൾ വട്ടം കുത്ത്, പിന്നെ ഈ സാധനം, പിന്നെ കൈമത്തെ തൊപ്പിൻ്റെ ഷേപ്പ് മാത്രം ജസ്റ്റ് ഞാൻ മാറ്റി കൊടുത്തു. ഇനി നാളെ എന്തായാലും ഞാൻ ആലപ്പുഴ കല്യാണ വ്ളോഗ് ഇടാം, എന്തായാലും കാണണം.